ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിവാദ വിഷയത്തിൽ സമൂഹത്തിൻ്റെ താൽപ്പര്യത്തെ മുൻനിർത്തിക്കൊണ്ടും കേരളീയ സമൂഹത്തിൻ്റെ താൽപ്പര്യ സംരക്ഷണത്തെ മുൻനിർത്തിക്കൊണ്ടുമെല്ലാമുള്ള ഒരു സംഗമമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. കേരളമെന്ന് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്, ഇന്ത്യയിലെ തന്നെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് സാമുദായിക സൗഹാർദ്ദം കൂടുതൽ തിളങ്ങി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതൊരു സുപ്രഭാതത്തിലുണ്ടായതല്ല. നാളെ മുതൽ എല്ലാവരും സൗഹാർദ്ദത്തിൽ വസിക്കാമെന്ന് കരുതി നമ്മൾ ബോധപൂർവം ഉണ്ടാക്കിയ ഒരു ഇൻസിഡന്റ് അല്ല നമ്മുടെ സൗഹാർദ്ദം എന്ന് പറയുന്നത്. വളരെ കാലങ്ങളായി നമ്മൾ യഥാർത്ഥത്തിൽ വളരെ ബോധപൂർവം ശ്രമിച്ച് ഈ പ്രദേശത്ത് ഉണ്ടാക്കിയതാണ് സാമുദായിക സഹവർത്തിത്വം എന്ന് പറയുന്നത്. ഇതിന്റെ ചരിത്രങ്ങളൊക്കെ അറിയാം. സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ എൻഗേജ് ചെയ്ത, ഇടപെട്ട് കഴിഞ്ഞ സമര പോരാളികൾ, ബ്രിട്ടീഷ് എംപയറിനെതിരെ സന്ധിയില്ലാത്ത സമരം നടത്തിയ പോരാളികൾ, അവരെല്ലാം സാമുദായിക സഹവർത്തിത്വത്തിന് വലിയ പരിഗണന നൽകിയിരുന്നു. വടകരയിൽ നിന്നാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. കുഞ്ഞാലി മരക്കാരെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സാമൂതിരിയും മരക്കാർമാരും മഖദൂമുമാരുമൊക്കെ ഇടയടുപ്പത്തോടുകൂടി ചേർന്ന് നിന്നിട്ടാണ് പോർച്ചുഗീസ് എന്ന് പറയുന്ന അധിനിവേശത്തെ നമ്മൾ കെട്ടുകെട്ടിച്ചതെന്ന ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. മിഷ്കാൽ പള്ളി, കോഴിക്കോട് മിഷ്കാൽ പള്ളിയുടെ ചരിത്രം നമുക്കറിയാം. മിഷ്കാൽ പള്ളി എന്തിനു വേണ്ടിയാണ് അവിടെ മുഴുവൻ സമുദായാംഗങ്ങളും യോഗം ചേർന്നത്? ഖാലി മുഹമ്മദ് ഫതഹുൽ മുബീൻ എന്ന് പറയുന്ന ഗ്രന്ഥമെഴുതി എന്തിനാണ്? സാമൂതിരിയുമായി ചേർന്നുകൊണ്ട് പോർച്ചുഗീസ് അധിനിവേശത്തെ ചെറുക്കാനുള്ള വലിയ പുറപ്പാടിന്റെ മുന്നോടിയായിരുന്നു മിഷ്കാൽ പള്ളിയുടെ യോഗം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, സാമൂതിരിയെ ഇമാമായി പരിഗണിക്കണമെന്നും സാമൂതിരിയുടെ കീഴിൽ അണിചേർന്നുകൊണ്ട് പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ സമരം ചെയ്യണമെന്നും അതിന് ആഹ്വാനം ചെയ്ത മതപണ്ഡിതനായിരുന്നു സൈനുദ്ദീൻ മഖ്ദൂം. സൈനുദ്ദീൻ മഖ്ദൂമിനെ പോലെയുള്ള, സാമൂതിരിയെ പോലെയുള്ള, മരക്കാർമാരെ പോലെയുള്ള ആളുകളുടെ ചരിത്രമാണ് കേരളത്തിന്റെ സാമുദായിക സഹവർത്തിത്വത്തിന്റെ അടിത്തറ പാകിയത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് ബ്രിട്ടീഷുകാർ ഈ രാജ്യത്ത് വന്നു. ബ്രിട്ടീഷുകാരുടെ അധിനിവേശം പോർച്ചുഗീസുകാരുടെ അധിനിവേശത്തിന് വ്യത്യസ്തമാണ്. അവര് ഇവിടത്തെ കരയും കടലും എല്ലാം കൊള്ള ചെയ്യാനുള്ള വ്യാപകമായ പദ്ധതിയിലായിരുന്നു അവർ യഥാർത്ഥത്തിൽ ഈ സംരംഭത്തെ കണ്ടത്. അങ്ങനെ കമ്പനിയുടെ രൂപത്തിൽ വന്ന് അധിനിവേശം വ്യാപൃതപ്പെടുത്തി ഈ രാജ്യത്തെ പൗരന്മാരെ ഓരോ ആളുകളെയും യഥാർത്ഥത്തിൽ അവര് അഭിമുഖീകരിച്ചതെല്ലാം എങ്ങനെ കൊള്ളയടിക്കാമെന്ന ആലോചനയോടെയും ചിന്തയോടെയുമാണ്. ആ ചിന്തയെയും ആലോചനയെയും നമ്മൾ ഒരുമിച്ച് എതിർത്തതാണ്. ഹിന്ദു മുസ്ലിം ഭേദമന്യേ ഒരുമിച്ച് തോളോട് തോൾ ചേർന്നാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഈ സംസ്ഥാനത്തുള്ള പോരാട്ടം നടന്നത്. 921 പോരാട്ടങ്ങൾ, 947 വരെ ഈ രാജ്യത്തും സംസ്ഥാനത്തും നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ. മൗലാന അബുൽ കലാം ആസാദ് പറയുന്നുണ്ട്, കുത്തബ് മീനാറിന്റെ മുകളിൽ മാലാക്ക പ്രത്യക്ഷപ്പെട്ടിട്ട് എന്നോട് ചോദിക്കുകയാണ്, അബുൽ കലാം, നിനക്ക് സ്വാതന്ത്ര്യം വേണോ, ഹിന്ദു മുസ്ലിം സാഹോദര്യം വേണോ എന്ന് ചോദിച്ചാൽ സംശയലേശമന്യേ അബുൽ കലാം മലക്കിനോട് പറയും, എനിക്ക് ഹിന്ദു മുസ്ലിം സാഹോദര്യം മതി, സ്വാതന്ത്ര്യം പിന്നെ മതി എന്ന് അബുൽ കലാം ആസാദ് പറയുന്നതാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സാമുദായിക സഹവർത്തിത്വത്തിന് നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികൾ നൽകിയ ഒരു വിലയുണ്ടായിരുന്നു, ഒരു പരിഗണനയുണ്ടായിരുന്നു. ആ പരിഗണനയാണ് വലിയൊരു പോരാട്ടം നടന്നപ്പോഴും ഈ സഹവർത്തിത്വത്തെ ഈ സംസ്ഥാനത്തും ഇതിന്റെ വിവിധ പ്രദേശങ്ങളിലും ഉറപ്പിച്ചു നിർത്തിയതെന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ
നടന്നുകൊണ്ടിരിക്കുന്ന സാമുദായിക സഹവർത്തിത്വത്തിൽ ഇവിടുത്തെ എല്ലാ കക്ഷികളും, മതസംഘടനകൾ, സാമുദായിക സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, സാംസ്കാരിക സംഘങ്ങൾ, നവോത്ഥാന നായകന്മാർ എല്ലാവരും അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നറിയാം. അതാണ് കേരളത്തെ നമ്മൾ കൊട്ടിഘോഷിക്കുന്ന ഉത്ബുദ്ധതയുടെയും പ്രതിബദ്ധതയുടെയും അതുപോലെ തന്നെ പ്രബുദ്ധതയുടെയും ഈറ്റില്ലമായി കേരളത്തെ നമുക്ക് ഉയർത്തിക്കാട്ടാൻ സാധിച്ചത്. ഈ സാമുദായിക സഹവർത്തിത്വത്തെ നമ്മൾ ജീവൻ കൊടുത്ത് സ്ഥാപിച്ചതാണ്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ആലി മുസ്ലിയാരുടെയും മമ്പുറം തങ്ങളുടെയും ഒക്കെ ചരിത്രം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവരെല്ലാം മമ്പുറം പള്ളിയിൽ നിന്ന് സ്വാതന്ത്ര്യ സമരത്തിന് ആഹ്വാനം ചെയ്തത് മുസ്ലിമായ വ്യക്തിത്വമായിരുന്നില്ല. അപ്പൊ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആളുകൾ പള്ളിയിൽ വന്നുകൊണ്ട് മുസ്ലിം സമൂഹത്തെയും ഹിന്ദു സഹോദരന്മാരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുകൊണ്ട് ബ്രിട്ടീഷ് എംപയറിനെതിരെ സമരാഹ്വാനം ചെയ്ത ചരിത്രം മമ്പുറം പള്ളിക്കുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ആലി മുസ്ലിയാരുടെയും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും പോരാട്ടത്തെ പിന്തുണച്ച ആളുകൾ ആരാണ്? അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങളും സംവിധാനങ്ങളും സാമ്പത്തികമായ സഹകരണങ്ങളും ചെയ്തതാരാണ്? അവർക്ക് വേണ്ടിയുള്ള സൈനിക പരിശീലനത്തിന് ആവശ്യമായ സ്ഥലവും സൗകര്യവും അനുവദിച്ചു നൽകിയതാരാണ്? ഇങ്ങനെ നമ്മൾ ചരിത്രത്തെ ഇഴകീറി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ഒരു ഇൻസിഡന്റ് എന്നോണം സംഭവിച്ചതല്ല നമ്മുടെ നാട്ടിൽ ഒരുമ, ഐക്യം, സൗഹാർദ്ദം, സഹവർത്തിത്വം എന്ന് പറയുന്ന മൂല്യങ്ങൾ. അതെല്ലാം നമ്മൾ വില കൊടുത്തു വാങ്ങിയതാണ്. ജീവന്റെ വിലയുണ്ട് ഈ സംസ്ഥാനത്തെ സൗഹാർദ്ദത്തിനും സഹവർത്തിത്വത്തിനുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആ സാമുദായിക സൗഹാർദ്ദത്തെ ചില ആളുകൾ കുത്തകയാക്കി വെക്കാറുണ്ട്. പുരോഗമന പ്രസ്ഥാനങ്ങൾ ഈ സംസ്ഥാനത്ത് പ്രവർത്തിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ സാമുദായിക സഹവർത്തിത്വം ഉണ്ടായതെന്ന്. അതിനു മുമ്പേ, അവർ ഉദയം ചെയ്യുന്നതിന് മുമ്പേ, ലോകാടിസ്ഥാനത്തിൽ തന്നെ കമ്മ്യൂണിസം അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ ലോകത്ത് ഉദയം ചെയ്യുന്നതിന് മുമ്പ് തന്നെ വിമോചന പോരാട്ടത്തെക്കുറിച്ചും സാമുദായിക സഹവർത്തിത്വത്തെക്കുറിച്ചും കേരളത്തിലെ ജനങ്ങൾ ബോധവാന്മാരായിരുന്നുവെന്ന് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. മമ്പുറം ഫസൽ പൂക്കോയ തങ്ങളുടെ പ്രഭാഷണങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ തമ്പുരാൻ എന്ന് വിളിക്കരുത്, ആരുടെ മുന്നിലും മോച്ചാനിച്ചു നിൽക്കരുത്, വഴിമാറി നടക്കരുത്, എച്ചില് ഭക്ഷിക്കരുത് എന്നൊക്കെ പറയുന്നത് കാറൽ മാർക്സ് ഉദയം ചെയ്യുന്നതിന്റെ നൂറ്റാണ്ടുകൾക്കും പതിറ്റാണ്ടുകൾക്കും മുമ്പ് കേരളത്തിലെ വിമോചനത്തിന്റെയും അതുപോലെ തന്നെ സാമൂഹിക ഉന്നമനത്തിന്റെയും പോരാട്ടത്തിന്റെ ചരിത്രം കേരളത്തിന് ചിരപരിചിതമാണ്. ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് കേരളീയർ ജീവിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് ഹിന്ദു മുസ്ലിം സൗഹാർദ്ദം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ അടപുതമയമായി കേരളീയർ സ്വീകരിച്ചതല്ല. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അതുപോലെ മതസൗഹാർദ്ദങ്ങൾ എന്ന് പറയുന്നത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഒരു കെട്ടുകാഴ്ചയല്ല. അവർ ജീവിതത്തിൽ പഠിച്ച് പരിപാലിച്ച് അതിന് വെള്ളവും വളവും നൽകി ആയുസിന്റെ കാലം മുഴുവൻ പരിപാലിച്ച ഒരു സഹവർത്തിത്വ മൂല്യങ്ങൾ സമീപകാലങ്ങളിൽ അത് ഇങ്ങനെ ഇടവിരിഞ്ഞ് ഇല്ലാതെയായി പോകുന്നത് കൺമുന്നിൽ കാണുമ്പോൾ ബുദ്ധിയും വിവേകമുള്ള ആളുകൾ പ്രതികരിക്കും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാമുദായിക ധ്രുവീകരണത്തിന് ആക്കം കൂട്ടുന്ന പ്രക്രിയകളുണ്ട്, പ്രോസസ്സുകളുണ്ട്. അതിലാര് കെട്ടിച്ചേർന്നാലും മുഖം നോക്കാതെ അവരെ എതിർക്കാൻ കേരളീയ സമൂഹത്തിന് ആർജവം നൽകുന്നത് അവരുടെ ചരിത്രത്തിന്റെ പാരമ്പര്യത്തിന്റെ പിൻബലമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ പങ്കാളികളായത് ഇവിടത്തെ സാഹോദര്യത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ്. കാരണം ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഭിന്നിപ്പിക്കുക, വിദ്വേഷമുണ്ടാക്കുക, വിഷം പെയ്യിക്കുക എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരന്റെ അജണ്ടയാണ്. ബ്രിട്ടീഷുകാരെങ്ങനെയാണ് അത് ഇവിടെ പരിപാലിച്ചത് നമുക്കറിയാം. ഹിന്ദുവിനെയും മുസ്ലിമിനെയും അതുപോലെ തന്നെ വിവിധ മത സാമൂഹികമായ സംഘങ്ങളെയും തമ്മിൽ ചേരാത്ത വിധം അകലത്തിലേക്ക് നിർത്തുക എന്ന ഒരു രാഷ്ട്രീയ നയത്തിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ബ്രിട്ടീഷുകാരൻ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പദ്ധതി ഇന്ത്യയിൽ ആദ്യം നടപ്പിലാക്കിയത് അയോധ്യയിലെ ഫൈസാബാദിലാണ്. 992 ബാബരി മസ്ജിദ് തകർത്തതിലൂടെ സംഘപരിവാർ ആ അജണ്ടയുടെ പൂർത്തീകരണം നടത്തിയത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആദ്യത്തെ വർഗീയ കലാപത്തിന്റെയും വർഗീയ സംഘർഷത്തിന്റെയും കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഇന്ത്യയിലെ സ്ഥലമാണ് ഫൈസാബാദ് എന്ന് പറയുന്നത്. ആ ഫൈസാബാദിൽ അത് 92 ഡിസംബർ 6 പൂർത്തീകരിച്ചു കൊടുത്തതാരാണ്? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ബ്രിട്ടീഷുകാരൻ പാകിയ വിഷവിത്തുകളുടെ ലാഭവും മൂലധനവും ഒരുമിച്ച് അനുഭവിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് സംഘപരിവാർ വിദ്വേഷ രാഷ്ട്രീയമാണ്.
ആ വിദ്വേഷ രാഷ്ട്രീയത്തെ ഈ രാജ്യത്ത് ഇങ്ങനെ തിടം വെച്ച് അതിനെ വലുതാക്കി വികസിപ്പിക്കുന്നതിൽ ബ്രിട്ടീഷുകാരൻ പാകിയ വിത്തുകളുണ്ട് എന്ന് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അങ്ങനെ ബ്രിട്ടീഷുകാരൻ അവരുടെ ഭരണവും അവരുടെ സാമ്രാജ്യത്വവും ആധിപത്യവും അരക്കെട്ടുറപ്പിക്കാൻ വേണ്ടി ഈ രാജ്യത്ത് സൗഹാർദ്ദത്തോടെയും സാഹോദര്യത്തോടെയും പാരസ്പര്യത്തോടെയും ജീവിച്ച ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നത് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി സ്വീകരിച്ചപ്പോ അതിനെതിരെ കലഹിച്ചവരും തർക്കിച്ചവരും യുദ്ധം ചെയ്തവരും പോരാടിയവരുമാണ് വടകരയടക്കമുള്ള ഈ മലബാറിലെയും ഈ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് സൗഹാർദ്ദത്തെയും സഹവർത്തിത്വത്തെയും ആര് ഇല്ലാതെ ചെയ്യുന്നോ അവരെ തീണ്ടാപ്പാട് അകല നിർത്താൻ, തൊട്ടുകൂടായ്മ അവരോട് പുലർത്താൻ കേരളീയ സമൂഹം ജാഗ്രത കാണിച്ചത് അവർക്ക് ഇതിന്റെ ചരിത്രം അറിയാം, അവർക്ക് ഇതിന്റെ വേവറിയാം, അവർക്ക് ഇതിന്റെ നോവറിയാം എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കേരളീയ സമൂഹത്തിന്റെ ഈ ജാഗ്രതക്ക് സമീപകാലത്ത് അയവ് വരുത്തുന്ന സമീപനങ്ങൾ ചില കക്ഷികളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എന്നത് നിസ്തർക്കമായ കാര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷത്തെ മാത്രം ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിലും കേരളത്തിലും ഇസ്ലാമോഫോബിയയുടെ പേരിൽ ഈ രാജ്യത്ത് ഛർദിച്ച ടൺ കണക്കിന് വിസർജ്യങ്ങളുണ്ട്. അതിന്റെ ഗുണഭോക്താക്കൾ ആരാണ്? അതിന്റെ മൂലധനവും ലാഭവും ഒരുമിച്ച് കൊയ്തെടുത്തതാരാണ് എന്ന് നമ്മൾ സത്യസന്ധമായി പരിശോധിച്ചു നോക്കേണ്ടതാണ്. കേരളത്തിൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ LDFന്റെയും UDFന്റെയും വോട്ടിംഗ് ശതമാനം കുറയുകയും BJPയുടെ വോട്ടിംഗ് ശതമാനം മാത്രം കൂടുകയും ചെയ്തത് നമ്മളെല്ലാവരും നിരീക്ഷിച്ചതാണ്. അപ്പൊ ഇസ്ലാമോഫോബിയ അന്തരീക്ഷം ഉണ്ടാക്കിയാൽ താൽക്കാലികമായി ഞങ്ങൾക്ക് ലാഭം കിട്ടുമെന്ന് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അധികാരത്തിന്റെ ആ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു ഉപകരണമായി ഇസ്ലാമോഫോബിയ മനസ്സിലാക്കിയാൽ യഥാർത്ഥത്തിൽ ആത്യന്തികമായി ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ലാഭം അതിൽ മോഹിക്കുന്നവർ അല്ലെങ്കിൽ ലാഭം പിടിച്ചെടുക്കുന്നവർ സംഘപരിവാർ ആയിരിക്കുമെന്നതിന്റെ സൂചകമാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെ വോട്ടിംഗ് ശതമാനത്തിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഒരു നിയമസഭാ മണ്ഡലത്തിലും 1ാം സ്ഥാനത്തെത്താത്ത ഒരു കക്ഷി 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷത്തിലെത്തിയത് എങ്ങനെയാണ്? നിങ്ങൾ എടുത്തു പരിശോധിക്കേണ്ടതാണ്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്തെത്തി. എന്തുകൊണ്ടാണ്? അവരുടെ വോട്ടിംഗ് ശതമാനം 3% വർദ്ധിച്ചത് എങ്ങനെയാണ്? അവർക്ക് അതുപോലെ തന്നെ 30ഓളം മണ്ഡലങ്ങളിൽ നിർണായകമായ സ്വാധീനമായി നിയമസഭാ മണ്ഡലങ്ങളിൽ BJP പോലെയുള്ള ഒരു കക്ഷി എങ്ങനെ വളർന്നു എന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇടതുപക്ഷ സംവിധാനങ്ങൾ ഈ സംസ്ഥാനത്ത് പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഒരു സാമൂഹ്യ സംഘാടനമുണ്ട്. ആ സംഘാടനത്തിന്റെ റിസൾട്ട് കൊയ്തതാരാണ്? യഥാർത്ഥത്തിൽ അതിന് വെള്ളവും വളവും നൽകുന്നത്, അതിന് മൂലധനം ഇറക്കുന്നത്, അതിന് ഇൻവെസ്റ്റ്മെന്റ് ധാരാളമായി അതിലേക്ക് നിക്ഷേപിക്കുന്നത് ഇടതുപക്ഷമാണെങ്കിലും അതിന്റെ കൂട്ടുകച്ചവടത്തിൽ ഏറ്റവും അധികം ലാഭം കൊയ്യുന്നത് AKG സെന്റർ എല്ലാം മാരാർ ഭവനാണെന്ന ബോധം യഥാർത്ഥത്തിൽ ഇവിടെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കുണ്ടാവണം. അപ്പൊ പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആരാണ് കൊയ്തെടുക്കുന്നത്? അത് നമ്മൾ വെറുതെ പറയുന്നതല്ല. ഒരു വിദ്വേഷത്തിന്റെയോ ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെയോ സങ്കുചിതമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല. ഇതിവിടുത്തെ വോട്ടിംഗ് ശതമാനം നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നതാണ്. കേരളത്തിൽ 19 എംപിമാർ സെക്യുലർ ഭാഗത്ത് നിൽക്കുമ്പോൾ ഒരു MP എങ്ങനെയാണ് കേരളത്തിൽ ഉണ്ടായത് എന്ന് നമ്മൾ സത്യസന്ധമായി പരിശോധിച്ചു നോക്കേണ്ടതാണ്. ആ പരിശോധനയിൽ സത്യസന്ധമായി നിരീക്ഷണവും പരിശോധനയും നടത്തിയാൽ നമ്മൾ യഥാർത്ഥത്തിൽ കേരളീയ സമൂഹത്തിൽ കഴിഞ്ഞ 10 വർഷങ്ങളായി രൂപപ്പെട്ട ഒരു സാമൂഹിക സംഘാടനത്തിന്റെ ശൈലി അത്യന്തം ആപൽകരമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പൊ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം ക്രിസ്ത്യൻ സമൂഹങ്ങളെ ഭിന്നിപ്പിക്കുകയും ധ്രുവീകരിക്കുകയും ചെയ്യുന്നതിൽ ഈ സാമൂഹിക സംഘാടനം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടങ്ങളിൽ നിങ്ങൾ എടുത്തു പരിശോധിച്ചു നോക്കുക, ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വിവാദമാണ് മദ്രസ അധ്യാപകന്മാർക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ശമ്പളമായി നൽകുന്നുവെന്ന പ്രചാരണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എവിടെ ഒരു മദ്രസ അധ്യാപകന് പോലും, ഒരൊറ്റ മദ്രസ അധ്യാപകനും കേരളത്തിൽ സർക്കാർ ശമ്പളം നൽകുന്നില്ല. പക്ഷേ ഇത് പ്രചരിപ്പിച്ചു, വ്യാപിച്ചു, സോഷ്യൽ മീഡിയയിൽ കത്തിയാളി ഈ പ്രചരണം കൊയ്തെടുത്തു. നമ്മുടെ നികുതി പണത്ത് മദ്രസ നടത്താൻ സർക്കാർ പണം ഉപയോഗിക്കുന്നു എന്നതാണ്. പിന്നെന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്? ക്ഷേമനിധിയാണ്. അത് ഏത് തൊഴിലാളിക്കും കിട്ടുന്നതാണ്, മദ്രസ അധ്യാപകന് മാത്രമല്ല. നമ്മൾ ടാക്സി ഡ്രൈവർമാർ മുതൽ മറ്റേത് തൊഴിൽ ചെയ്യുന്ന ഏതാളുകൾക്കും സർക്കാരിന്റെ ക്ഷേമനിധികളുണ്ട്. ഈ ക്ഷേമനിധിയെ
ശമ്പളമായി പരിവർത്തിപ്പിച്ച് കോടിക്കണക്കിന് രൂപ പൊതുഖജനാവിൽ നിന്ന് മദ്രസയിലേക്ക് ശമ്പളം കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോ 5 വർഷം അതിനെതിരെ ശബ്ദിക്കാതെ, അതിനെ പ്രതിരോധിക്കാതെ, അത് ഇല്ല എന്ന് പറയാതെ അതിനെ എൻഡോസ് ചെയ്തതാരാണ്, അതിനെ പ്രോത്സാഹിപ്പിച്ചതാരാണ്? നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടതാണ്. ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ, ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ, ഇവിടുത്തെ സൈബർ സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങളെല്ലാം അന്വേഷിക്കാനും കണ്ടെത്താനും റഡാറിൽ നിർത്താനും കഴിവുള്ള ഭരണമുള്ള ഒരു കക്ഷി, ആ കക്ഷി ഇത്രയും വരെ ബീഭത്സമായിരുന്നുള്ള വർഷങ്ങളായി പ്രചരിച്ചപ്പോ അതിനെതിരെ നിയമ നടപടിയെടുത്തില്ല, കേസ് രജിസ്റ്റർ ചെയ്തില്ല. അത് തെറ്റാണെന്ന് പറയാൻ അന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആൾ, അദ്ദേഹത്തിന് അത് അറിയാം, പക്ഷെ അദ്ദേഹം അത് പറഞ്ഞില്ല. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമുക്കറിയാം. പക്ഷെ അവരെല്ലാം 5 വർഷം കഴിഞ്ഞ് ഭരണം തുടർച്ച വീണ്ടും ലഭിച്ചപ്പോ പറയുകയാണ് മദ്രസാധ്യാപകന്മാർക്ക് സർക്കാർ ഒരു നയാ പൈസ ശമ്പളം കൊടുക്കുന്നില്ല. ഈ 5 വർഷം ഈ വിദ്വേഷ പ്രചരണം 2 സമുദായങ്ങൾക്കിടയിൽ വമ്പിച്ച അകലങ്ങൾ സൃഷ്ടിച്ചു വന്നത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഇവിടെ സാമുദായിക അന്തരീക്ഷത്തെ ധ്രുവീകരിക്കുകയും അതിനെ വിദ്വേഷത്തിന്റെ മലിനീകരിക്കുകയും വിദ്വേഷത്തിലൂടെ മലിനപ്പെടുത്തുകയും ചെയ്യുന്ന ധാരാളം പ്രചരണങ്ങൾ നിരവധിയായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദമാണ് ലവ് ജിഹാദ് എന്ന് പറയുന്ന വിവാദം. ലവ് ജിഹാദ് അറിയാം, ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ലവ് ജിഹാദിനെതിരെ നിയമം പാസാക്കിയ മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ലവ് ജിഹാദ് മറ്റു 2 മതങ്ങളിലെ ആളുകൾ പ്രണയിച്ച് വിവാഹം കഴിച്ചാൽ അത് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന ശിക്ഷയായി ഉത്തർപ്രദേശ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ അതിന്റെ അടിസ്ഥാനം എന്താണ്? അദ്ദേഹം അതിന്റെ പ്രചോദനമായി പറയുന്നത് കേരളത്തിലെ ഒരു മുൻ മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയുന്നത്. ഞങ്ങൾ BJP-ക്കാരല്ല, സംഘപരിവാർ പറയുന്നതല്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലവ് ജിഹാദ് കേരളത്തിലുണ്ട് എന്നും അങ്ങനെ അതിലൂടെ മുസ്ലിം സമുദായം അധികാരത്തിലേക്ക് വരുമെന്നും അധികാരം പിടിച്ചടക്കുമെന്നും അങ്ങനെ ഒരു ഭീതി ജനിപ്പിക്കുകയും ആ ഭീതിയിലൂടെ ഒരു സമുദായത്തെ അപരവൽക്കരിക്കുകയും ചെയ്യുന്ന പ്രോസസ്സിന് തുടക്കമിട്ടതാരാണ്? ആ തുടക്കമിട്ട പ്രോസസ് 10 വർഷം തടവുള്ള ശിക്ഷയായി യുപിയിലെ യോഗി ആദിത്യനാഥിന് പ്രഖ്യാപിക്കാൻ റഫറൻസായി സ്വീകരിച്ചത് ആരുടെ സംസാരമാണ്, ആരുടെ വർത്തമാനമാണ്, ആരുടെ പ്രസ്താവനയാണ്? ഇതൊക്കെ നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതാണ്. നമുക്കറിയാം VS അച്യുതാനന്ദൻ മുതൽ ജോർജ് M. തോമസ് വരെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ, പ്രോപ്പഗണ്ടകൾ എത്ര വലുതായിരുന്നുവെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിന് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളെ തെരഞ്ഞെടുത്ത് ആ പ്രദേശങ്ങളിൽ നമ്മൾ എടുത്തു നോക്കുക, അവിടെ എന്തെങ്കിലും സമരങ്ങൾ നടന്നാൽ, അവിടെ എന്തെങ്കിലും സമരങ്ങളോ പോരാട്ടങ്ങളോ നടന്നാൽ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും മുൻകൈയിൽ ഒരു പ്രക്ഷോഭങ്ങളോ സമര പരിപാടികൾക്കോ നേതൃത്വം നൽകിയാൽ അതിനെങ്ങനെയാണ് അഡ്രസ് ചെയ്തത്, CPM അഡ്രസ് ചെയ്തത് എന്നെടുത്ത് പരിശോധിക്കേണ്ടതാണ്. അതിലെ ഭീകരവാദ സമരമായി, തീവ്രവാദ സമരമായി, തങ്ങളുടെ കിടപ്പാടമില്ലാതെയാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഗെയിൽ വിരുദ്ധ സമരം നടത്തിയപ്പോ ആ സമര പോരാളികളെ തീവ്രവാദികളും ഭീകരവാദികളുമാക്കിയതാരാണ്? കരിമണൽ ഖനനം അതിനെതിരെ ആലപ്പുഴയിൽ സമരം ചെയ്തപ്പോ ആ സമരത്തെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ചാപ്പകുത്തി വിശേഷിപ്പിച്ചതാരാണ്? അതുപോലെ തന്നെ കോഴിക്കോട് ആവിക്കൽ തോട് മാലിന്യ പ്ലാന്റിനെതിരെ അവിടുത്തെ പ്രദേശത്തുകാർ സമരം ചെയ്തപ്പോ അത് ഭീകരവാദികളുടെയും തീവ്രവാദികളുടെയും സമരമാക്കി ചിത്രീകരിച്ചതാരാണ്? അതേസമയം ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ താമരശ്ശേരി ബിഷപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന സമരം വർഗീയമല്ല, തീവ്രവാദമല്ല. വിഴിഞ്ഞത്ത് അദാനിക്കെതിരെ സമരം നടന്നത് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ മുൻകൈയിൽ നടന്ന സമൂഹം, അത് ഒരിക്കലും വർഗീയമോ തീവ്രവാദമോ അല്ല. ഇപ്പൊ മുസ്ലിം സമൂഹത്തിന്റെ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ അവരവരുടെ രാഷ്ട്രീയ ക്ലൈം ഉന്നയിക്കുമ്പോ, തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുമ്പോ അത് തീവ്രവാദ ഭീകരവാദ മുദ്രകുത്തിയത് സംഘപരിവാർ രാഷ്ട്രീയമല്ല കേരളത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് CPM-ഉം ഇടതുപക്ഷം മുൻകൈയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോപ്പഗണ്ടകളുടെ ഭാഗമാണ്. അങ്ങനെ അവിടെ പ്രോപ്പഗണ്ടകളുടെ ഭാഗമായി തീവ്രവാദവൽക്കരിക്കുകയും ഭീകരവൽക്കരിക്കുകയും ചെയ്യുക, അങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ പൈശാചികവൽക്കരിക്കുന്നത് കേരളത്തിലെങ്കിലും സംഘപരിവാറിനേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് നിസ്സംശയം ഇടതുപക്ഷമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പ്രത്യേകിച്ച് CPM ആണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ സത്യസന്ധമായി കേരളത്തിൽ ഒരു 10 വർഷത്തെ മാത്രം ചരിത്രം, അതിനപ്പുറത്തെ നിങ്ങൾ പരിശോധിക്കേണ്ടതില്ല. 10 വർഷത്തെ ചരിത്രം, അതിനു മുമ്പും ചരിത്രമുണ്ട്. അതിനു മുമ്പും വിദ്വേഷത്തിന്റെ മലിനീകരണം കേരളത്തിൽ പല വിധത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷെ അത് ഭീകരമായ രീതിയിൽ കേരളത്തെ 2 മതസമൂഹങ്ങളെ
വിവിധ സാമൂഹിക സാമുദായിക സംഘങ്ങളെ രണ്ട് തരത്തിലേക്ക് മാറ്റി ചിന്തിക്കുന്നതിലും അതിനെ ധ്രുവീകരിക്കുന്നതിലും വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ഒരുപാട് വിവാദങ്ങൾ നമുക്കറിയാം. ആ വിവാദങ്ങളെല്ലാം അതിലേറ്റവും പ്രധാനപ്പെട്ട വിവാദമാണ് ലവ് ജിഹാദ് എന്ന് പറയുന്ന വിവാദം. ലവ് ജിഹാദ് എന്ന് പറയുന്ന വിവാദം കേരളത്തിൽ കൊടുമ്പിരി കൊണ്ടതിന്റെ റിസൾട്ടാണ് സംഘപരിവാറിന്റെ കേരളത്തിൽ ആധിപത്യത്തിന്റെ ഒന്നാമത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു സാമൂഹിക വിദ്വേഷ പ്രചാരണം നമ്മൾ വിചാരിച്ച തലത്തിൽ നിൽക്കുകയില്ല. അതിന്റെ റിസൾട്ട് നമുക്ക് തന്നെ കിട്ടണമെന്ന് വാശി പിടിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. അതിന്റെ റിസൾട്ട് ആരാണ് കൊണ്ടുപോകുക എന്ന് നിസ്സംശയം നമുക്കറിയാവുന്നതാണ്. കേരളത്തിലെ നവീനകാലത്ത് രൂപപ്പെട്ട സാമുദായിക അന്തരീക്ഷത്തിലുണ്ടായ വിള്ളലുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് അതിനെ കുറുക്ക് വിദ്യ കൊണ്ട് നേരിടാൻ പറ്റില്ല. നമ്മളെല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി നേരിടേണ്ടതാണ്. ഇത് UDF-ന്റെ LDF-ന്റെ രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്, കേരളത്തിന്റെ സാമുദായിക സഹവർത്തിത്വത്തിന്റെ രാഷ്ട്രീയമാണ്. സ്വാതന്ത്ര്യ സമരത്തില് അതുപോലെ തന്നെ ജീവൻ കൊടുത്ത് രക്തം കൊടുത്ത് നമ്മൾ നിലനിർത്തിയ സാമുദായിക സഹവർത്തിത്വത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന പ്രചാരണങ്ങളുമായി രാഷ്ട്രീയത്തിന്റെ നൈമിഷികമായ നേട്ടത്തിനു വേണ്ടി ആര് രംഗത്ത് വന്നാലും അവരോട് നോ എന്ന് പറയാൻ കൊടിയുടെയും ജാതിയുടെയും മതത്തിന്റെയും പേരിലല്ലാതെ ഒറ്റക്കെട്ടായി നിൽക്കാൻ നമുക്ക് സാധിക്കണം. ദുരന്തങ്ങൾ വരുമ്പോ നമ്മൾ അങ്ങനെ ഒറ്റക്കെട്ടായി പ്രതിരോധിച്ചവരാണ്. ദുരന്തങ്ങളിൽ നമ്മൾ അങ്ങനെയാണ്. വയനാട് നിങ്ങൾ ആലോചിച്ചു നോക്കുക. വയനാട് ഉരുൾപൊട്ടുണ്ടായി കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം. അതിന്റെ ആഴവും വ്യാപ്തിയും എത്രയാണെന്ന് കേരളത്തിന് ഇപ്പോഴും തിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഒരു സർക്കാർ സംവിധാനത്തിന് പോലും അതിന്റെ നട്ടങ്ങൾ എത്രയാണെന്ന് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. അത്ര വലിയ വിപത്ത് വന്നപ്പോ കൊടിയുടെയും ജാതിയുടെയും മതത്തിന്റെയും നിറം നോക്കാതെ മനുഷ്യർ അവരുടെ കരങ്ങൾ ചേർത്ത് പിടിച്ച് ഉരുൾപൊട്ടലിനേക്കാൾ വലിയ രീതി ശക്തിയോടുകൂടി ആ ദുരന്തത്തെയും ആ ദുരന്തത്തിന് ശേഷമുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെയും പുനരധിവാസ പ്രവർത്തനങ്ങളെയും എങ്ങനെയാണ് കേരളീയർ മനുഷ്യ നന്മ കൊണ്ട് പ്രതിരോധിച്ചു നിർത്തിയത് എന്ന് നമുക്കറിയാം. സമീപ ദിവസങ്ങളിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദുരന്തങ്ങളെ പ്രതിരോധിച്ച ഒരു ചരിത്രമുണ്ട്, അത് ഒന്നിച്ചു നിന്നുകൊണ്ടാണ്. നമ്മൾ ദുരന്തങ്ങളെ തടുത്ത ചരിത്രമുണ്ട്, അത് ഒന്നിച്ചു നിന്നുകൊണ്ടാണ്. അങ്ങനെ ഒന്നിച്ചു നിന്നുകൊണ്ട് സാമുദായിക വിദ്വേഷ ദുരന്തത്തെ ഒന്നിച്ചെതിർക്കാൻ അത് കേരളത്തിൽ ഉണ്ടാക്കുന്നത് ഉരുൾപൊട്ടലിനേക്കാൾ ആഘാതമാണ്. അതിന്റെ വ്യാപ്തിയും ആഴവും ഇന്നും നാളെയും മറ്റന്നാളെയുമായി നിലനിൽക്കുന്ന മാത്രം അവശേഷിക്കുന്ന ഒരു കാര്യമല്ല. തലമുറകളായി ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, ലവ് ജിഹാദ് നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുക. ലവ് ജിഹാദ് കാലത്ത് ക്യാമ്പസിൽ പഠിച്ചവരാണ് ഇന്ന് സംഘപരിവാറിനെ പ്രതിരോധിക്കുന്ന സൈബർ പോരാളികൾ അധികവുമെന്ന് പരിശോധിച്ചാൽ അറിയാം. അന്ന് ക്യാമ്പസിൽ പഠിച്ച ആളുകൾ ഈ സാമുദായിക വിദ്വേഷത്തിന്റെയും ധ്രുവീകരണത്തിന്റെയും പാഠഭാഗങ്ങൾ കൂടി സിലബസിൽ പഠിച്ചവരാണ്. അതുകൊണ്ട് തന്നെയാണ് അന്ന് ക്യാമ്പസിൽ പഠിച്ച ആളുകൾ പലരും ഇന്ന് സൈബർ ആൻഡലുകളിൽ സംഘപരിവാറിനെ ന്യായീകരിച്ച് പ്രത്യക്ഷപ്പെടാനുള്ള കാരണം ഈ ധ്രുവീകരണത്തിന്റെ പാഠപുസ്തകങ്ങൾ അവർ ക്യാമ്പസിൽ നിന്ന് പഠിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഉയർത്തുന്ന വിവാദങ്ങൾ അത് സമുദായങ്ങൾ തമ്മിൽ അടുപ്പിക്കുന്ന വിവാദങ്ങളാണെങ്കിൽ യഥാർത്ഥം നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അത് ഈ നാളെ മറ്റന്നാളെയുമായി നിന്ന് അവസാനിക്കുന്ന ഒരു വിവാദമായിരിക്കില്ല. തലമുറകളോളം വ്യാപിക്കുന്ന ആഴം അതിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് CPM-നോട് ഗുണകാംക്ഷയോട് കൂടി നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ സമുദായ ധ്രുവീകരണത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ പ്രോപ്പഗണ്ടകൾ അവസാനിപ്പിക്കണമെന്നാണ്. നമുക്കറിയാം, വടകരയിൽ തന്നെയാണ് 51 വെട്ടുവെട്ടി അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട TP വധക്കേസ് നമുക്കറിയാം. TP എങ്ങനെയാണ് കൊല ചെയ്തെന്നത്? ആ കൊലപാതകത്തിന് ശേഷം മാഷാ അല്ലാഹ് സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവ എന്തിനാണ് ഇടതുപക്ഷം സ്ഥാപിച്ചത്? അതുപോലെ തന്നെ അങ്ങനെ ആ കൊലപാതകം കഴിഞ്ഞ് കൈരളി ചാനലിൽ ഒരു പ്രത്യേക സമുദായത്തെ കോർണർ ചെയ്തുകൊണ്ട് എന്തിനാണ് ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും മേപ്പടി ചാർത്തി ആ കൊലപാതക കേസിലേക്ക് ഒരു സമുദായത്തെയും സമുദായ സംഘങ്ങളെയും ചേർത്ത് നിർത്താൻ പാർട്ടിയും പാർട്ടിയുടെ ചാനലുകളും മത്സരിച്ചത് എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ മാഷാ അല്ലാഹ് സ്റ്റിക്കർ എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ കോർണർ ചെയ്യാൻ ഉപയോഗിച്ചതുപോലെ തന്നെയുള്ള ഒരു ഉപയോഗമാണ്. കാഫിർ വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വടകരയിൽ തന്നെയാണ് അതും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിവാദം എന്ന് പറയുന്നത് നിങ്ങളുടെ താൽക്കാലികമായ നേട്ടത്തിനു വേണ്ടി ഉണ്ടാക്കിയ വിവാദമായിരിക്കാം. ആരാണ് ഇതിലകപ്പെട്ടത്? ഇതിന്ന് ഈ കുരുക്കിൽ നിന്ന് ഊരാൻ CPM-ന് ധാർമ്മികമായി സാധ്യമല്ല. രാഷ്ട്രീയമായും അതുപോലെ തന്നെ അവരുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് തേച്ച് മാച്ചു കളയാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കും. പക്ഷെ ധാർമ്മികമായ ഉത്തരവാദിത്തം CPM എന്ന് പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഈ കുരുക്കിന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കുക, ആരൊക്കെയാണ് ഇതിൽ പ്രതികളായി ചേർക്കപ്പെട്ടിട്ടുള്ളത്, ആരൊക്കെയാണ് ഇത് പ്രചരിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഏത് നട്ടപ്പാതിരക്കും അന്തമില്ലാതെ
ഇല്ലാതെ തലങ്ങും വിലങ്ങും ഇടതുപക്ഷത്തെയും അതിന്റെ സംവിധാനത്തെയും അതിന്റെ രാഷ്ട്രീയത്തെയും നീതിന്യായങ്ങൾ നോക്കാതെ തലങ്ങും വിലങ്ങും ന്യായീകരിച്ച മുഴുവൻ സൈബർ പോരാളികളും അവരുടെ സൈബർ ഗ്രൂപ്പുകളും അവർക്ക് ആധിപത്യമുള്ള സൈബർ ഇടങ്ങളുമെല്ലാം ഇതിൽ കക്ഷികളാണ്. പോരാത്തതിനാരാണ് മുൻ മന്ത്രിമാരും MLA-മാരും ഇതിനെ ന്യായീകരിക്കാനും മേമ്പടി ചാർത്താനും കട്ടിവാദം എന്നെ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്താരാണ് CPM-നെ നയിക്കേണ്ട നേതാക്കന്മാരും അവരുടെ മക്കളും ഇതിൽ കക്ഷികളാണ്. ഇത് പ്രചരിപ്പിച്ചതിന്റെ ആദ്യത്തെ ലിസ്റ്റ് പുറത്തു വന്നതിൽ മുഴുവൻ CPM-മായി ബന്ധപ്പെട്ടവരാണ്. അവരുടെ നേതാക്കന്മാരും അവർക്ക് വേണ്ടി തലങ്ങും വിലങ്ങും ന്യായീകരിക്കുന്ന രാഷ്ട്രീയ സൈബർ ഇടങ്ങളും സൈബർ പോരാളികളുമാണ്. അതിൽ നിന്ന് കൈകഴുകി രക്ഷപ്പെടാൻ CPM ഇപ്പോൾ ഉപയോഗിക്കുന്നത് 1000 തവണ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയലാണ്, 10,000 തവണ മൗദൂദി എന്ന് പറയലാണ്. അങ്ങനെ മൗദൂദി ജമാഅത്തെ ഇസ്ലാമി മേമ്പടി ചാർത്തി രക്ഷപ്പെടാൻ കഴിയുന്ന കുരുക്കിലല്ല CPM വടകരയിലെ വിവാദത്തിൽ പെട്ടിട്ടുള്ളതെന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഈ സൈബർ ഇടങ്ങളിലെല്ലാം യഥാർത്ഥത്തിൽ ഇലക്ഷന് മുമ്പ് നമുക്കറിയാം 25-ാം തീയതി ഇതാദ്യമായി പ്രത്യക്ഷപ്പെടുന്ന ഹാൻഡിൽ ആരാണ്, അത് ഏതാണെന്ന് പോലീസ് സംവിധാനം വെളിപ്പെടുത്തിയതാണ്. ആ വെളിപ്പെടുത്തിയ സംവിധാനത്തിന് പ്രമോഷൻ നൽകുന്ന അടിസ്ഥാനത്തിൽ പോലീസിനെ മാറ്റുകയാണ്, അതിന് നേതൃത്വം നൽകിയ ആളുകളെ ഇവിടെ നിന്ന് മാറ്റുകയാണ്. അതിന്റെ അടിസ്ഥാനം എന്താണ്? ഈ അന്വേഷണത്തെ ഏതെങ്കിലും അർത്ഥത്തിൽ സ്വാധീനിക്കാനുള്ള ശ്രമമുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. അങ്ങനെ പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചും മറ്റു സംവിധാനത്തെ ഉപയോഗിച്ചും ഇതിനെ അട്ടിമറിക്കാൻ തീരുമാനിച്ചാലും മാഷാ അല്ലാഹ് സ്റ്റിക്കർ പോലെ എല്ലാ വർഷവും CPM-നെ വേട്ടയാടുന്ന ഒരു ധാർമ്മിക വിചാരണയായി, ഒരു സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി കാഫ്രി സ്ക്രീൻഷോട്ട് കേരളത്തിൽ എങ്ങും പറന്നു നടക്കുമെന്ന് CPM മനസ്സിലാക്കുന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ചു നോക്കേണ്ടത്, ഇവിടെ യഥാർത്ഥത്തിൽ ഇങ്ങനെ കൈകഴുകി രക്ഷപ്പെടാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല CPM ഉള്ളത്. ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇതിന്റെ സമസ്താപരാധങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് വടകരയിലെ ജനങ്ങളോട് പ്രത്യേകിച്ചും അതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ സമൂഹത്തോടും മാപ്പ് പറയാൻ CPM തയ്യാറാവണമെന്നാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് പറയാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തെറ്റുപറ്റുന്നതിന് കുഴപ്പമില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ, ഒരു രാഷ്ട്രീയമായ ആക്ടിവിസത്തിൽ അബദ്ധങ്ങൾ ഉണ്ടാവാം, തെറ്റുകൾ ഉണ്ടാവാം. പക്ഷെ ബോധപൂർവം തെറ്റുവരുത്തുന്നവർ, അബദ്ധങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കുന്നവർ, നമുക്കറിയാം CPM എന്ന് പറയുന്ന പാർട്ടിയുടെ സംവിധാനം നമുക്കറിയാം. കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേഡർ പ്രസ്ഥാനമാണ്. അവരെങ്ങനെയാണ് യഥാർത്ഥത്തിൽ സൈബർ സംവിധാനങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത്, ഇലക്ഷൻ സമയത്ത് എങ്ങനെയാണ് ഓരോ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലും സൈബർ പോരാളികളെ വിന്യസിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. അവരുടെ അറിവോടെ അല്ലാതെ ഒരു പോസ്റ്റർ അടിക്കാൻ, അതിനെ പ്രചരിപ്പിക്കുവാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുവാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വീഡിയോയോ കണ്ടന്റോ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കാൻ സാധ്യമല്ല. അവരുടെ അറിവോടെ തന്നെയാണ് ഇത് പ്രചരിപ്പിച്ചിട്ടുള്ളതെന്നാണ് സമീപകാലത്തെ അവരുടെ നീക്കങ്ങളും സംസാരങ്ങളും നമുക്ക് എത്താൻ കഴിയുന്ന നിഗമനം എന്ന് പറയുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ അപകടകരമായ ഒരു വാദമാണ്. ഈ വാദത്തിലൂടെ എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇവിടെ ഇലക്ഷനിൽ നിന്ന UDF-ന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ പ്രചാരണത്തിൽ പങ്കെടുത്ത ആളുകളെല്ലാം മതം തലക്ക് പിടിച്ചവരാണ് എന്ന പ്രചാരണം നടത്തി. ഇതുപോലെ നേരത്തെ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ജയിച്ചപ്പോ മലപ്പുറത്തിന്റെ രാഷ്ട്രീയ ഉള്ളടക്കം വർഗീയമാണ് എന്ന് CPM പറയുകയാണ്. അതുപോലെ തന്നെ പാണക്കാട് തങ്ങൾ യോഗി ആദിത്യനാഥിനെ പോലെയാണ് എന്ന് പറയുന്നത് ആരാണ്? ഇങ്ങനെ CPM 10 വർഷത്തിന്റെ ഉള്ളിൽ നടത്തിയ ടൺ കണക്കിന് വിസർജ്യങ്ങളുണ്ട്. ഇസ്ലാമോഫോബിയ സ്റ്റിക്കർ ഒട്ടിച്ച് നടത്തിയ എത്ര മാലിന്യങ്ങളാണ് CPM കേരളത്തിന്റെ തെരുവുകളിലേക്ക് ഒഴുക്കിവിട്ടത്, കേരളത്തിന്റെ പൊതുമണ്ഡലങ്ങളിലേക്ക് ഒഴുക്കിവിട്ടത്. അതിനെ അവർ പിടിച്ചാൽ, അല്ലെങ്കിൽ അവർ തെറ്റ് ബോധ്യപ്പെട്ട് തിരുത്തിയാൽ പോലും കരക്ക് കയറ്റാൻ പറ്റാത്ത വിധത്തിൽ സമൂഹത്തിന്റെ മനസ്സിലെ ഉള്ളിലേക്കും സിരകളിലേക്കും പടർന്നു കഴിഞ്ഞു. ആ പടർന്നു കഴിഞ്ഞതിന്റെ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി വിവിധ സമുദായ സംഘടനകളുടെ നേതാക്കന്മാരെല്ലാം മുസ്ലിം സമൂഹത്തിനെതിരെ വിദ്വേഷത്തിന്റെ പ്രസ്താവനയുമായി വരുന്നത്. അപ്പോൾ കേസെടുക്കുന്നുണ്ട്, പക്ഷേ അന്വേഷണമില്ല, അറസ്റ്റുകളില്ല. വിദ്വേഷ പ്രസംഗങ്ങൾ ആര് നടത്തിയാലും കേസെടുക്കാനുള്ള സംവിധാനവും നിയമവും ഇവിടെ ഉണ്ട്. പക്ഷെ അത് കേസിന്റെയോ അതുപോലെ തന്നെ അന്വേഷണത്തിന്റെയോ തലത്തിലേക്ക് വരാതെ അതിന് എൻഡോസ് ചെയ്യുന്ന സമീപനം കുറച്ചു കാലമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സർക്കാരും ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ കണ്ണു ചിമ്മുകയാണ്. ഇത്തരം വിദ്വേഷങ്ങളെയും പ്രസ്താവനകളെയും ലാഘവത്വത്തോടു കൂടി സമീപിക്കുകയാണ്. ഏത് പാർട്ടിയിൽ നിന്നും, ഏത് കക്ഷിയിൽ നിന്നും, ഏത് സമുദായ സംഘടനകളിൽ നിന്നും, ഏത് സമുദായത്തിന്റെ പാർട്ടിസിപ്പേഷനിൽ നിന്നുമാണ് ഇത്തരം അക്കൗണ്ടുകളും ഹാൻഡിലുകളും വരുന്നെന്ന് കണ്ടുപിടിക്കാൻ 10 മിനിറ്റ് തികച്ചു വേണ്ടതില്ല. പക്ഷെ അതിനെതിരെ അന്വേഷണമില്ല. എന്തുകൊണ്ട് അന്വേഷണം
പ്രശ്നമില്ല. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഇവിടുത്തെ അധികാരത്തിന്റെ കസേരയിൽ വീണ്ടും അമർന്നിരിക്കാൻ സമുദായത്തിൽ സംഘർഷമുണ്ടാക്കലാണ് ലാഭമെന്ന് തിരിച്ചറിഞ്ഞ 10 വർഷങ്ങൾ കേരളത്തിൽ നടന്നു കഴിഞ്ഞു പോവുകയാണ്. ഈ 10 വർഷങ്ങളുടെ മൂലധനം ഓരോ വർഷവും ഏറ്റവും ലാഭത്തിലാവുന്നത് AKG സെന്ററിനോ CPM-നോ അല്ല, BJP-ക്കും സംഘപരിവാറിനുമാണ്. അതുകൊണ്ട് പ്ലാൻഡായി ഇസ്ലാമോഫോബിക്കായ പ്രചാരണങ്ങൾ അവസാനിപ്പിച്ച് സത്യസന്ധമായി മതനിരപേക്ഷതയുടെ സംസ്കാരം ഉയർത്തിപ്പിടിച്ച് സെക്കുലറായി അതിനെ ഫേസ് ചെയ്യാനുള്ള ആർജവം കാണിക്കാതെ ജമാഅത്തെ ഇസ്ലാമിയെയും അതിന്റെ സംവിധാനങ്ങളെയും അതിന്റെ മറ്റു നേതാക്കന്മാരെയും അതുപോലെ തന്നെ അതിന്റെ മറ്റു സംവിധാനങ്ങളെയും എല്ലാം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പാർട്ടി സെക്രട്ടറി മുതൽ ലോക്കൽ സെക്രട്ടറി വരെയുള്ള ആളുകൾ ഒരേ ട്യൂണിൽ ഒരേ അച്ചിൽ ഒരേ രീതിയിൽ ആക്ഷേപിച്ചതുകൊണ്ട് ഈ പ്രശ്നത്തിൽ മുക്തമാകാൻ കഴിയില്ല എന്ന മിനിമം ബോധമെങ്കിലും രാഷ്ട്രീയ ബോധത്തിൽ നമുക്കുണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് ഇതിനെ സത്യസന്ധമായി അഭിമുഖീകരിക്കണം. തെറ്റും അബദ്ധവും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരസ്യമായി തുറന്നു പറയാൻ അവർ തയ്യാറാവണം. കേരളീയ ജനതയോട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ജീവൻ കൊടുത്തു വാങ്ങിയതാണ് ഇവിടുത്തെ സാഹോദര്യം എന്ന് പറഞ്ഞത്. ഭിന്നിപ്പിക്കാൻ വേണ്ടി സൂര്യനെ തവിക്കാത്ത ഒരു സാമ്രാജ്യം, അവരുടെ എല്ലാ സംവിധാനങ്ങളും 10-30 രാജ്യങ്ങളിൽ ഒരേ സമയം ഭരിക്കുന്ന അത്രയും ശക്തിയുള്ള എസൻഷ്യലായ ഒരു എംപയർ ഈ ലോകം മുഴുവൻ അടക്കി ഭരിച്ചപ്പോ അവരുടെ മുഴുവൻ സംവിധാനവും നമ്മുടെ മനസ്സിനെ ധൂപീകരിക്കാൻ ശ്രമിച്ചപ്പോ ജീവൻ കൊടുത്ത് നിലനിർത്തിയ സാമർത്ഥ്യത്തെ സ്ക്രീൻഷോട്ടിലൂടെയും സ്റ്റിക്കറിലൂടെയും അപഹരിക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ആര് മാപ്പ് തന്നാലും കേരളത്തിന്റെ സാമർത്ഥ്യത്വ ചരിത്രം മാപ്പ് തരില്ല എന്നുറക്കെ നമ്മൾ പറയേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് ഇവിടെ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ കച്ചവടമാണ്. അതിലാത്യന്തികമായ മൂലധനം ആരുടേതാണ്? അത് മൂലധനം CPM-ന്റേതാണ്. കേരളത്തിൽ മൂലധനം CPM-ന്റേതാണ്. പക്ഷെ പ്രോഫിറ്റ് മുഴുവൻ ആർക്കാണ്? BJP-ക്കും സംഘപരിവാറിനുമാണ്. ഉത്തരേന്ത്യയിൽ നമുക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UP-യിലെ നല്ലൊരു ശതമാനം, ഏകദേശം പകുതിയിലധികം സ്ഥലങ്ങളിൽ പല സീറ്റുകളിൽ UP-യിൽ ഇന്ത്യ അലയൻസ് ജയിക്കുകയും അവർ വലിയ മുന്നേറ്റം സാധിക്കുകയും ചെയ്തപ്പോ സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയത്തെ ചെറുക്കാനും പ്രതിരോധിക്കാനും ഉത്തർപ്രദേശുകാരൻ കാണിച്ച ആർജവം കേരളീയൻ കാണിച്ചില്ല. കാരണം എന്താണ്? കേരളീയ സമൂഹത്തിൽ അതിന്റെ ആഴവും സ്വാധീനവും കൂടിക്കൂടി വരികയാണ്. അത് തന്നെ സംഘപരിവാർ തെട്ടിച്ച മുറി ഇവിടെ ആഴത്തിൽ വ്യാപ്തിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ മുറിവിൽ വീണ്ടും മുളക് പുരട്ടുന്നത്, എരിവ് പുരട്ടുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണെന്ന് പറഞ്ഞത് നമുക്ക് ഖേദവും ദുഃഖവുമുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സത്യസന്ധമായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ സാമുദായിക സാമർത്ഥ്യത്വത്തിൽ അവരുടേതായ പങ്ക് ചരിത്രത്തിൽ വഹിച്ചവരാണ്. അതിനെ വിലക്ക് കൊടുക്കുന്നവർ, കേവലമായ അധികാരത്തിന്റെ അപ്പകഷ്ണത്തിനു വേണ്ടി അതിനെ മുച്ചൂടും ഒറ്റിക്കൊടുക്കുന്നവർ തങ്ങളുടെ തന്നെ ചരിത്രത്തെ ഒറ്റുകൊടുക്കുന്നവരാണെന്ന മിനിമം ബോധമെങ്കിലും അവർക്കുണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ വിഷയത്തെ ഈ വടകരയിൽ അഭിസംബോധന ചെയ്യുമ്പോൾ അതിന് കലവറയില്ലാതെ പറയാൻ കഴിയുന്ന ഒരു കാര്യം, സാമുദായിക സഹവർത്തിത്വത്തിന് വേണ്ടി കേരളത്തിലെ ജനത ഒറ്റക്കെട്ടായി നിലകൊള്ളണം. ദുരന്തങ്ങളെയും അതുപോലെ തന്നെ പ്രളയങ്ങളെയും പ്രകൃതി ദുരന്തങ്ങളെയും മനുഷ്യനിർമ്മിത ദുരന്തങ്ങളെയും ഒറ്റക്കെട്ടായി ഓരോ മനസ്സോടുകൂടി രാഷ്ട്രീയ മതസാമുദായിക സംഘഭേദമന്യേ പ്രതിരോധിച്ചു നിർത്തിയ നമ്മുടെ പാരമ്പര്യം ഈ വിദ്വേഷ പ്രചരണത്തെ തടുത്തു നിർത്താനും മുന്നിലുണ്ടാവണം. അതിൽ കൊടിയുടെ നിറമോ കക്ഷിയുടെ നിറമോ രാഷ്ട്രീയ മതസംഘടനകളുടെ മേൽവിലാസങ്ങളോ അല്ലാതെ മനുഷ്യത്വത്തിന്റെ നന്മയും മനുഷ്യത്വത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെയും ലക്ഷ്യം വെക്കുന്ന ഏതൊരു കക്ഷിക്കും അതിൽ അണിചേരാൻ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ തുറന്നുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവാദത്തിന്റെ കക്ഷികൾ CPM എന്ന് പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ജനതയുടെ മുന്നിൽ തുറന്നുവിട്ടിരിക്കുന്നത് അത്യന്തം അപകടകരമായ ഒരു മലിനീകരണ പ്രോസസ്സാണ്. ഒരു പ്രക്രിയ. ആ പ്രക്രിയ പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു പ്രചാരണമായി ഇസ്ലാമോഫോബിയ മാറിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇതിന്റെ ഗുണഫലമാർക്കാൻ. നമുക്കറിയാം ഇവിടെ ഇതിനെ ന്യായീകരിക്കുകയും തിരുത്തുകയും ചെയ്യേണ്ടവരാണ്. അണികൾ അങ്ങനെ ചെയ്യാം, സൈബർ പോരാളികൾ അങ്ങനെ ചെയ്യാം, സൈബർ ഗ്രൂപ്പുകൾ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അണികൾക്കത് പ്രചരിപ്പിക്കാം. സ്ക്രീൻഷോട്ട് ഇലക്ഷന്റെ മൂർധന്യതയിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവാം. പക്ഷെ അതിനെ തിരുത്തേണ്ടവരുണ്ടായിരുന്നു, കയ്യിന് പിടിക്കേണ്ടവരും തിരുത്തേണ്ടവരുമാണ് ആദ്യം പ്രചരിപ്പിച്ചതെന്നാണ് വടകരയിലെ ഏറ്റവും വലിയ ദുര്യോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് കയ്യിന് പിടിക്കാതെ
സഹായിക്കാൻ ബലമില്ലാതെയായി പോയാൽ അതിന്റെ പേരിൽ കത്തിയാളുന്നത്, അതിന്റെ പേരിൽ ധ്രുവീകരണത്തിന്റെ വില കൊടുക്കുന്നത് ഇന്നത്തെയും നാളത്തെയും ഇനി വരാനിരിക്കുന്നയും തലമുറയാണ്, മനുഷ്യ മനസ്സുകളാണ്. ചെറുപ്പക്കാരുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളും അവർ അഭിമുഖീകരിക്കുന്ന സാമൂഹ്യ സംഘാടനവുമായിരിക്കും എന്ന മുന്നറിയിപ്പാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ വേദിയിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു രാഷ്ട്രീയ ഫ്രെയിമിൽ നമ്മൾ വായിക്കേണ്ടതില്ല, ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഏതെങ്കിലും പട്ടം ചേർന്ന് നമ്മൾ സംസാരിക്കേണ്ടതില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷിയോട് അമിതമായ വിദ്വേഷത്തിൽ നമ്മൾ സംസാരിക്കേണ്ടതില്ല. യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ജനതയെ വിദ്വേഷത്തിന്റെ വിത്തുപാകി തമ്മിലടിപ്പിക്കാൻ പാകത്തിലുള്ള ഒരു മണ്ണ് ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ മണ്ണിൽ കൃഷിയെടുക്കുന്നത്, വിളവെടുക്കുന്നത്, അതിന്റെ ലാഭം കൊയ്യുന്നത് അനേകം ഇരട്ടിയായി ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ വെറും കാഴ്ചക്കാരായി കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ വിദ്വേഷത്തിന്റെ വിളവെടുപ്പും കൊയ്തെടുപ്പും ഒരേ സമയം നടത്തുന്നത് സംഘപരിവാറാണ്. അത് ഈ രാജ്യത്തിന്റെ അപകടമാണ്, കേരളത്തിന്റെ അപകടമാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ സാമർത്ഥ്യത്വ ചരിത്രത്തോടൊന്നും പുറംതിരിഞ്ഞ ചരിത്രമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് UDF, LDF, അതുപോലെ തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മറ്റു ചെറുതും വലുതുമായ സംഘങ്ങളെല്ലാം യഥാർത്ഥത്തിൽ പിടിച്ചു നിൽക്കേണ്ടത്, പ്രതിരോധിച്ചു നിർത്തേണ്ടത് ഇത്തരം പ്രചാരണങ്ങളെയാണ്. അതുകൊണ്ട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഗുണകാംക്ഷയുണ്ടെങ്കിൽ, ഈ സമൂഹത്തോടും വരും തലമുറയോടും അല്പമെങ്കിലും കനിവും കരുണയും ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ പിടിച്ചു നിൽക്കേണ്ടത്, പ്രതിരോധിച്ചു നിർത്തേണ്ടത് അതുപോലെ തന്നെ അവരുടെ CPM-ന്റെ കൂടി ബാധ്യതയാണ്. പക്ഷെ അവർ ചെയ്യുന്നില്ല എന്നതാണ് ദുഃഖകരമായ ഒരു കാര്യം. പാർട്ടിയിലെ ഏറ്റവും ഉന്നതനായ സെക്രട്ടറി പോലും ഇതിൽ ന്യായീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് UDF-ന്റെ സമ്മർദ്ദ ഫലമാണ് എന്നാണ് ഒരു പാർട്ടി സെക്രട്ടറി പറയുന്നത്. UDF-ന്റെ സമ്മർദ്ദ ഫലമായി ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്ന് പോലും സമ്മതിക്കുന്ന തരത്തിലേക്ക് അവർ വരികയാണ്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, യഥാർത്ഥം നിങ്ങൾ ചെയ്യുന്ന ഒരു സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് അതിന്റെ പേരുണ്ടാക്കിയ പുകിലുകൾ എത്രയാണ്. ഇലക്ഷന് മുമ്പ് ഈ വടകരയിലെ, പ്രത്യേകിച്ച് വടകരയിലെ വോട്ടർമാരെ, അവരുടെ ബുദ്ധിയെ, അവരുടെ വിവേകത്തിനെ, അവരുടെ വിവേചന ശക്തിയെ കൊച്ചാക്കുന്ന വിധത്തിലുള്ള പ്രചാരണമാണ് ആ ഇലക്ഷൻ സമയത്ത് ഇവിടെ അഴിച്ചുവിട്ടത്. ഇപ്പൊ സത്യം കുറേശ്ശെയായി, മെല്ലെയായി ഇഴഞ്ഞിഴഞ്ഞ് നമ്മുടെ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോ അതിനെ സത്യസന്ധമായി അഭിമുഖീകരിച്ച് തെറ്റുതിരുത്തി ആർജവം കാണിക്കുന്നതിന് പകരം അതിനെ ന്യായീകരിക്കുകയും അത് ചെയ്തവർക്ക് ചൊലൂട്ടടിക്കുകയും അവർക്ക് കാവൽ നിൽക്കുകയും ചെയ്യുന്ന പണിയാണ് CPM-ന്റെ ഔദ്യോഗിക സ്വഭാവത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തിരുത്തണം. ഈ തെറ്റിൽ നിങ്ങൾ മാപ്പ് പറയണം. ജമാഅത്തെ ഇസ്ലാമി എന്നോ സയ്യിദ് മൗദൂദി എന്നോ 1000, 1000 തവണ ആവർത്തിച്ചിടപെട്ടാലും ശരി, ഈ കുടുക്കിൽ നിന്ന്, ഈ പ്രയാസത്തിൽ നിന്ന്, നിങ്ങൾ ഉണ്ടാക്കിയ ഈ കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ആ പ്രശ്നത്തെ ഡൈവേർട്ട് ചെയ്ത് ആളുകളെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നാലെ പോകുന്ന കാലം കഴിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. യഥാർത്ഥം നമുക്കറിയാം, കേരളത്തിലെ ഓരോ പ്രശ്നങ്ങൾ അവരുണ്ടാക്കുകയാണ്. വികസനത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സാമുദായിക ധ്രുവീകരണത്തിന് ആക്കം കൂട്ടുന്ന പ്രസ്താവനകളെ കണ്ടില്ലെന്ന് നടിക്കൽ, അതിന് സത്യസന്ധമായി സമയാസമയങ്ങളിൽ അഭിമുഖീകരിക്കാതിരിക്കൽ, പിന്നെ സ്വന്തം വകയായി ചില പ്രൊഡക്ഷൻ സാമുദായിക ധ്രുവീകരണത്തിന് വേണ്ടി സമർപ്പിക്കൽ, ഇതെല്ലാം ആഘോഷപൂർവം കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളത്തിന്റെ തെരുവുകളിൽ, പത്രങ്ങളിൽ, പേജുകളിൽ, വിഷ്വൽ ചാനലുകളിൽ, അതുപോലെയുള്ള എല്ലാ സംവിധാനങ്ങളിലും ഇങ്ങനെ നിറഞ്ഞ് ആടിത്തിമർക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, ഈ സംസ്ഥാനത്തിന്റെ പാരസ്പര്യത്തെയും ഈ സംസ്ഥാനത്തിന്റെ സാഹോദര്യത്തെയും ഒരുമിച്ച് സംരക്ഷിച്ചു നിർത്തേണ്ട എല്ലാവരും ഇതിൽ കട്ടിച്ചേരുകയും അതിൽ അവരെ കട്ടിച്ചേരാത്തവരെല്ലാം ഭീകരവാദികളുടെയും തീവ്രവാദികളുടെയും അക്കൗണ്ടിലേക്ക് അവരെ വഴിമാറ്റി നിർത്തുകയും ചെയ്യുന്ന ഈ പ്രക്രിയ നിങ്ങൾ അവസാനിപ്പിക്കണം. ഒരു സമൂഹത്തെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ കോൺഗ്രൈസ് ചെയ്യുക, അവരെ കുറിച്ച് പറയുമ്പോൾ മിനിമം വിദ്യാഭ്യാസം പോലും വേണ്ടതില്ല. ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാനെങ്കിലും സത്യസന്ധമായി നിങ്ങൾ സമീപിക്കേണ്ടിയിരുന്നു. എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം? അതെവിടെയൊക്കെ പ്രവർത്തിക്കുന്നു? അതിന്റെ സംവിധാനം എന്താണ്? അതിന്റെ ലക്ഷ്യം എന്താണ്? അത് ഈ സമൂഹത്തുമായി ചെയ്യുന്ന എൻഗേജ്മെന്റ് എന്താണ്? നിങ്ങൾ പറയുന്നത് പോലെയും പ്രചരിപ്പിക്കുന്നത് പോലെയുമാണോ? യഥാർത്ഥം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഭീകരവാദികളും തീവ്രവാദികളുമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് CPM എന്നു മുതലാണ് പറയാൻ തുടങ്ങിയത്. വെൽഫെയർ പാർട്ടിയും അതുപോലെയുള്ള സംവിധാനങ്ങളുമെല്ലാം നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഇവിടത്തെ വോട്ട് സംവിധാനങ്ങൾ
പ്രസ്ഥാനങ്ങളെല്ലാം ഇടതുപക്ഷത്തിന് ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇടതുപക്ഷത്തെ പിന്തുണച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നില്ലാത്ത തീവ്രവാദ മുദ്ര, അന്നില്ലാത്ത ഭീകരവാദ മുദ്ര ഈ അടുത്ത കാലങ്ങളിൽ മാത്രം നിങ്ങൾ പൊടി തട്ടി പുറത്തെടുക്കുന്നതിന് രാഷ്ട്രീയമായ അജണ്ട മാത്രമാണുള്ളത്. തരിമ്പ് സത്യസന്ധതയില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് അത് നിങ്ങൾ മാറ്റിവെച്ചേക്കുക. ജമാഅത്തെ ഇസ്ലാമിയെ കെട്ടിച്ചേർത്തുകൊണ്ട് ഈ ഊരാ കൊടുക്കുന്ന രക്ഷപ്പെടാമെന്നുള്ള നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ്. സത്യസന്ധമായി തങ്ങളുണ്ടാക്കിയ ഈ വർഗീയ ധ്രുവീകരണത്തെയും മലിനീകരണത്തെയും ആർജവത്തോടുകൂടി അഭിമുഖീകരിക്കാനുള്ള ശേഷിയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കാണിക്കേണ്ടത്. അത് പറഞ്ഞത് ഞങ്ങൾ മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയോ സോളിഡാരിറ്റിയോ മുസ്ലിം ലീഗോ യൂത്ത് കോൺഗ്രസോ കോൺഗ്രസോ അതുപോലെ തന്നെ RMPയോ മറ്റു പ്രസ്ഥാനങ്ങളോ അല്ല. അതിപ്പോൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് CPI പോലെയുള്ള പ്രസ്ഥാനങ്ങളാണ്. ഒപ്പം കിടന്ന്, ഒപ്പം മത്സരിച്ച്, ഒപ്പം വോട്ട് നേടി എല്ലാത്തിലും നിങ്ങളുടെ സഖ്യകക്ഷികളായി എല്ലാ രാഷ്ട്രീയ മുന്നേറ്റങ്ങളിലും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ പോലും ഇത് ചെയ്യരുത്, ഇത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് യോജിച്ചതല്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ CPI പോലെയുള്ള അവരുടെ മുതിർന്ന നേതാക്കളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സത്യസന്ധമായി ഈ വിഷയത്തെ അഭിമുഖീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുക. നമ്മുടെ സാമുദായിക സാവർത്തിത്വത്തിന് പോറലേൽപ്പിക്കുന്ന, വിള്ളലേൽപ്പിക്കുന്ന, അതിന് മങ്ങലേൽപ്പിക്കുന്ന വികാരങ്ങളെയും വിചാരങ്ങളെയും തടഞ്ഞു നിർത്താൻ പാർട്ടി അണികൾക്കും സൈബർ പോരാളികൾക്കും തലങ്ങും വിലങ്ങും ഏത് നട്ടപ്പാതിരക്കും നിങ്ങളെ ന്യായീകരിക്കാൻ ഇറങ്ങുന്ന പോരാളി ഗ്രൂപ്പുകൾക്കും നിങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഇത് നിങ്ങളുടെ അടുത്ത് മാത്രം ഒതുങ്ങുന്ന പ്രശ്നമല്ല. കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷികളിലോ അല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളിലോ മാത്രം ബാധകമാകുന്ന പ്രശ്നമല്ല. വളർന്നു വരുന്ന, ജനിച്ചു വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പൊതുസമൂഹത്തിലും ഇടപെടുന്ന മുഴുവൻ മനുഷ്യരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. അതിന്റെ ഒരു കേസ് സ്റ്റഡിയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്ന വിവാദം. അത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിവാദത്തെ നമ്മൾ വിവാദത്തിന്റെ സ്പിരിറ്റിൽ മാത്രമല്ല കാണേണ്ടത്, കട്ടി രാഷ്ട്രീയത്തിന്റെ സ്പിരിറ്റിൽ മാത്രമല്ല കാണേണ്ടത്. ഇതിന് യഥാർത്ഥത്തിൽ സാമുദായിക സാഹോദര്യത്തിന്റെയും സാവർത്തിത്വത്തിന്റെയും ഫ്രെയിമിലൂടെ നമ്മൾ കണ്ട് അതിനെ തിരുത്താൻ എല്ലാവരും ഒന്നിച്ചു ഒറ്റക്കെട്ടായി ദുരന്തങ്ങൾ അഭിമുഖീകരിച്ചതുപോലെ ഈ വലിയ സാമൂഹ്യ ദുരന്തത്തെ, സാമൂഹ്യ വിദ്വേഷ പ്രചാരണത്തെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് ആർജവം ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെയായാൽ മാത്രമാണ് പോർച്ചുഗീസുകാരുടെതിരെയും അതുപോലെ തന്നെ കുഞ്ഞാലിമരക്കാരുടെ അവർ പോരാട്ടത്തിൽ അവശേഷിച്ച ഏതാനും ചില തൂവാലകളും അതുപോലൊക്കെ മറമാടിക്കൊണ്ട് ആ പോരാട്ട കബറടക്കിക്കൊണ്ട് ആ പോരാട്ടത്തിന്റെ സ്പിരിറ്റിനെ താലോലിക്കുന്ന വടകരയുടെ മണ്ണിൽ നിന്ന് നമ്മൾ ഇനി പ്രഖ്യാപിക്കേണ്ടത്, നമ്മൾ രക്തം കൊടുത്തു വാങ്ങിയ സഹവർത്തിത്വത്തിന്റെ മൂല്യങ്ങളെ ഏത് സ്ക്രീൻഷോട്ട് വിവാദത്തിലും ഏത് ഫ്ലാഷ് ബാക്കിലൂടെയും അതുപോലത്തെ ഏത് സ്റ്റിക്കറിലൂടെയും ആരും അട്ടിമറിക്കാൻ ശ്രമിച്ചാലും അനുവദിക്കില്ല എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാനുള്ള ആർജവമാണ് പ്രിയപ്പെട്ടവരെ കട്ടി രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ ഇവിടെ എടുക്കേണ്ട പ്രതിജ്ഞ എന്ന് പറയുന്നത്. അതുകൊണ്ട് മാഷാ അല്ലാഹ് സ്റ്റിക്കർ, അതുപോലെ തന്നെ കാഫിർ സ്ക്രീൻഷോട്ട്, അതുപോലെ നമുക്കറിയാം ഫസൽ എന്ന് പറയുന്ന ഫസൽ വധക്കേസിലെ വിവാദം നിങ്ങൾക്കറിയാം. അതിന്റെ കൊന്ന രക്തം പുരണ്ട തൂവാല ക്ഷേത്രത്തിൽ കൊണ്ടുപോയിടുകയാണ്. അങ്ങനെ ഹിന്ദുക്കളാണ് മുസ്ലിം സഹോദരനെ കൊന്നെന്ന് പറയാൻ, ഒരു ഹിന്ദു സഹോദരനെ കൊന്നത് മുസ്ലിങ്ങളാണെന്ന് പറയാൻ പ്ലാൻഡായ ബോധപൂർവമായ ക്രൈം ചെയ്യുകയാണ്. അങ്ങനത്തെ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക, അവരെ സംരക്ഷിക്കാതിരിക്കുക, അവരെ ന്യായീകരിക്കാതിരിക്കുക, അവർക്ക് വേണ്ട വെള്ളവും നൽകി കൂടുതൽ വിദ്വേഷ രാഷ്ട്രീയത്തെ ജ്വലിപ്പിച്ചു നിർത്താനുള്ള ശ്രമമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത്തമിക്കാനുള്ളതാണ് നിങ്ങളുടെ രാഷ്ട്രീയ ചിഹ്നമെന്ന ബോധം നിങ്ങൾക്കുണ്ടാവേണ്ടതാണ്. കേരളത്തിന്റെ പാർലമെന്റ് ഇലക്ഷന്റെ മാത്രം റിസൾട്ട് നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. നിങ്ങളുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോയിരിക്കുകയാണ്. കാരണം നിങ്ങൾ ഒലിച്ചു പോകാൻ പാകത്തിൽ ആ മണ്ണിൽ നിരന്തരം വെള്ളമൊഴിച്ചത് നിങ്ങൾ തന്നെയായിരുന്നുവെന്ന് ആത്മപരിശോധന നടത്തേണ്ടതാണ്. നിങ്ങളുടെ വോട്ട് ബാങ്കുകൾ, നിങ്ങൾക്ക് സ്ഥിരമായി വോട്ട് ചെയ്തിരുന്ന സമുദായങ്ങൾ, സാമൂഹ്യ സംഘങ്ങൾ, അവരെല്ലാം മാറി ചിന്തിച്ചത് എങ്ങനെയാണ്? നിങ്ങൾ പടർത്തിയ വിദ്വേഷത്തിന്റെ ഏറ്റവും വലിയ വളനിലമായി, ഊർജ സംഭരണിയായി തൊട്ടപ്പുറത്തുള്ള കക്ഷിയെയും വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഹോൾസെയിൽ ഡീലർമാരായ സംഘപരിവാറിനെയും അവർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ വിദ്വേഷം പ്രചരിപ്പിക്കാൻ സുരക്ഷിതമായ താവളം തേടി പോകുമ്പോ തങ്ങളുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമെങ്കിലും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെ സത്യസന്ധമായി അഭിമുഖീകരിക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ആർജവം കാണിക്കണമെന്ന് മാത്രം ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. വാഹിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.